OnePlusന്റെ OnePlus 13 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 13 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ OnePlus 13 6.82 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ 2K റെസൊല്യൂഷൻ വരും, മികച്ച റെസൊല്യൂഷൻ വരുന്നതായിരിക്കും, നല്ലൊരു കാര്യമാണ്. പിന്നെ BOയുടെ OLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ മൈക്രോ കേർവ്ഡ് ക്വാഡ് ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ IP68, 69 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റന്റും ആയിരിക്കും. പിന്നെ ഈ ഒരു ഫോണിന്റെ ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8Elite എന്ന പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറിന്റെ സക്സസർ ആയിട്ട് വരുന്ന പ്രോസസ്സറാണ് ഇത്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 5G സപ്പോർട്ടൊക്കെ ഇതിൽ വരും. പിന്നെ ഈ ഒരു ഫോണിൽ 24 GB റാം വരെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 1 TB ഇന്റേണൽ വരെയും ഇതിൽ വരും. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. Android 14 ബേസായിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ഇതിൽ വരും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സോണി LYT808ന്റെ സെൻസർ ആയിരിക്കും. OSന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരും. പിന്നെ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇത് സാംസങ് JN1ന്റെ സെൻസർ ആയിരിക്കും. പിന്നെ 50 മെഗാ പിക്സലിന്റെ സോണി LYT600ന്റെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരു 16 മെഗാ പിക്സലിലെ അല്ലെങ്കിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. പിന്നെ 6000 mAhന്റെ ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നതായിരിക്കും. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും വരും. അതുമാത്രമല്ല 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ October 31 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലായിരിക്കില്ല ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ചൈനീസ് മാർക്കറ്റിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇന്ത്യയിലും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ മിക്കവാറും അടുത്ത മാസമായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ OnePlus 12 നമുക്കിപ്പം 62,000 രൂപ പ്രൈസ് റേഞ്ചിൽ 60,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ നമുക്ക് ഒരു 60,000 65,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും OnePlusന്റെ OnePlus 13 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.